ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിലെ അവ്യക്തത നീക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന്. കരാർ കമ്പനിയുമായി പ്രസിഡന്റ് കെ ജയകുമാർ ചർച്ച നടത്തും. ഓഡിറ്റ് നടത്തിയ വിജയൻ അസോസിയേറ്റ്സും ചർച്ചയിൽ പങ്കെടുക്കും. ദേവസ്വം കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിലെ ചെലവുകൾ അംഗീകരിച്ച പ്രശ്നപരിഹാരത്തിനും നീക്കമുണ്ട്. കരാർ കമ്പനി കൂടുതൽ തുക ആവശ്യപ്പെട്ടാൽ നൽകേണ്ടതില്ലെന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ്. TV പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ഈ വരവ് ചെലവ് കണക്കിലെ ക്രമക്കേട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗം നിർണായകമാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ചർച്ച? ഇതിലൊരു വ്യക്തത വരുത്തുന്നത് എങ്ങനെ? ശ്രുതി, കീർത്തന, ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ വലിയ നാണക്കേടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉണ്ടായത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിനേക്കാളും വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നുള്ളതാണ്. ആഗോള സംഗമം നടക്കുന്ന ഒരു സമയം നമുക്ക് ഓർമ്മയുണ്ട്. എന്തിനാണ് ഇത്ര വലിയ ധൂർത്ത്, എന്തിനാണ് ഇത്ര വലിയ പണം ചെലവഴിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അത്ര വലിയ ചെലവൊന്നുമില്ല എന്ന രീതിയിലായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ എതിരിട്ടത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ, ആ കണക്കുകൾ ദേവസ്വം ബോർഡിന്റെ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് മാറി എന്നുള്ളതാണ്. ഇല്ലാത്ത കാര്യങ്ങൾക്ക് പണം എഴുതിയെടുക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉള്ളതായിട്ടാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഈ കണ്ടെത്തൽ ശരിയല്ല എന്ന മറുവാദമാണ് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉള്ളവർ ഉന്നയിക്കുന്നത്. എന്നാൽ ഇന്നത്തെ യോഗം അതീവ നിർണായകമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ ജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ ഇഴകീറി പരിശോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. മാത്രവുമല്ല, അധികം വന്ന പണം ആ രീതിയിൽ കൊടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ യോഗം എത്തും എന്ന കാര്യവും മനസ്സിലാക്കുന്നു. പക്ഷേ എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു പരിശോധന ഇന്നുണ്ടാകും. അത് കഴിഞ്ഞ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ജയകുമാർ മാധ്യമങ്ങളെ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ വിവാദമായ ഒരു വിഷയമാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആഗോള അയ്യപ്പ സംഗമമൊക്കെ ഒരു LDF സർക്കാർ നടത്തേണ്ടതുണ്ടോ എന്ന ചോദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളതല്ല, പൂർണ്ണമായും ദേവസ്വം ബോർഡ് ആ രീതിയിൽ കൈകാര്യം ചെയ്തതാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനം അതിൻ്റെ ഭാഗമായുണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടിയാണ് CPM ഇത് ചെയ്തത് എന്ന വിമർശനമായിരുന്നു അന്ന് കോൺഗ്രസും അതുപോലെ തന്നെ BJP ഉന്നയിച്ചിരുന്നത്. അയ്യപ്പന്മാർക്ക് ഇത്ര വലിയ ആർഭാടം വേണ്ടതില്ല എന്ന് ആ സമയത്ത് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും മുന്നോട്ട് വെച്ചതാണ്. ഏറ്റവും അവസാനം ഓഡിറ്റ് റിപ്പോർട്ടായി കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരുപാട് വസ്തുതകളിലേക്ക് വിവരങ്ങൾ എത്തിയതും അത് പിന്നീട് വലിയ വിവാദമായതും. ഏറ്റവും ഒടുവിൽ അത് ഇഴകീറി പരിശോധിക്കാൻ ഇന്ന് ദേവസ്വം ബോർഡിന്റെ തന്നെ യോഗം ചേരുകയും ചെയ്യുന്നത്. ശ്രുതി, കീർത്തന. ശരി, എന്തായാലും ഈ യോഗത്തിന് ശേഷം മറുപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഒരുപക്ഷേ കെ ജയകുമാർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.